നമസ്കാരം. ഇന്ത്യയിലെ ലാബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വാർഡ്രോബുകളെ കുറിച്ചാണ്. വാർഡ്രോബുകൾ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഓരോ സൈഡിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വാർഡ്രോബ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ഹാങ്ങർ വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ ഇപ്പം ചിലപ്പം പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സ്ലാബൊക്കെ ഉള്ള ബെഡ്റൂമുകൾ കാണും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലാബിൻ്റെ ഡെപ്ത് ചിലപ്പോൾ ഒരു 40-45 കാണുള്ളൂ. അതേ ഡെപ്ത് തന്നെ കബോർഡ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങറൊന്നും നോക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കബോർഡ് ചെയ്യുമ്പം പിന്നീട് അതൊരു യൂസ് ഇല്ലാതായിരിക്കും. നമ്മൾ കുറേയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വേണമല്ലോ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ ഇത് യൂസ് ഇല്ലാതായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ കബോർഡിൻ്റെ ഒരു സ്ട്രക്ചർ ഏകദേശമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കുന്ന രീതിയിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കബോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കബോർഡ് നമ്മൾ ലിൻഡൽ ലെവലിൽ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ഞാനിപ്പം സൈറ്റുകളിൽ ചെല്ലുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു ക്ലയൻസ് അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് കബോർഡ് ഇച്ചിരി കൂടെ ഒന്ന് ഹൈറ്റ് ചെയ്താലോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയാറുണ്ട്, ലിൻഡൽ ലെവലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാങ്ങറും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലിൻഡൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റാണ് ഈ ഹാങ്ങറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിരിക്കും. അതുമല്ല ഈ ഇതിന് നീളം കൂടുമ്പോഴാണ്, ഇത് കബോർഡിന് നീളം കൂടുമ്പോഴാണ് ഇതിന് ബെഞ്ച് വരാണെങ്കിൽ ഡോറിനൊക്കെ ബെഞ്ച് വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുന്നത് നമ്മുടെ ഈ ഡോർസിന് ഈ കബോർഡിന് നീളം കൂടുമ്പോഴാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊന്നും ഇല്ലെങ്കിൽ പ്ലൈവുഡ് അല്ലെങ്കിൽ മൾട്ടിവുഡ് MDF ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് 8x4 പ്ലെയിൻ ഷീറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ബെഞ്ചൊക്കെ കാണും ഈ വരുന്ന ഷീറ്റുകളിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഹൈറ്റ് ഇച്ചിരി കുറവാണെങ്കിൽ, ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ് ഷട്ടേഴ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ബെഞ്ച് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളിതിന് നീളം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബെഞ്ച് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കാണാൻ ഒരു വൃത്തികേടായിരിക്കും. കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോഴേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പ്രധാന ആദ്യത്തെ ഒരു പോയിന്റാണ് നമ്മളൊരു 7 അടി ചെയ്യുക. പിന്നെ കാര്യം ചാലാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ നിന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള തുണി എടുക്കാനും, തുണി ഹാങ്ങർ വയ്ക്കണം, ഹാങ്ങർ തൂക്കിയിടാനും ഒക്കെയുള്ള നമുക്കൊരു ലിറ്റിൽ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെറുതെ അതിന് ഹൈറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല. അത് നമ്മൾ പിന്നെ ചെയ്തിട്ട് വെറുതെ നമുക്ക് കുറച്ചുകൂടെ അധ്വാനം കൂട്ടാന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 7 അടിയിൽ നമ്മുടെ ലിറ്റിൽ ലെവലിൽ നമ്മൾ ചെയ്ത് കബോർഡ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കബോർഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഷട്ടറിൻ്റെ വീതി എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഒരു 40 സെൻറ്റിമീറ്ററും ഏറ്റവും മാക്സിമം ഒരു 60 സെൻറ്റിമീറ്ററും ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 60 എന്ന് പറയുന്നത് മാക്സിമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ വീതി കൂടിപ്പോവുകയും അത് പിന്നീട് കാലക്രമേണ
മറ്റേ ഈ ഞാന്ന് പോകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഡോറിന് വീതി കൂടി പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിഞ്ചസിലാണ് നിൽക്കുന്നത്. അപ്പൊ വലത്തോട്ട് നമ്മുടെ ഒരു സൈഡിലോട്ട് വെയിറ്റ് കൂടുതലായിട്ട് വരുമ്പോഴേ നമ്മുടെ തൂക്കിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 60 വരെ നമുക്ക് മാക്സിമം പ്ലാൻ ചെയ്യാം. ഏറ്റവും കുറവ് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 40 എങ്കിലും ഏറ്റവും മിനിമം പ്ലാൻ ചെയ്യണം. കാര്യം 40 സെന്റിമീറ്റർ താഴെ പ്ലാൻ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെക്കാനുള്ള സാധനം വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളതുകൊണ്ട് തന്നെ ഒരു കബോർഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് 40 സെന്റിമീറ്റർ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളിത് 50-ലാണ് ചെയ്തേക്കുന്നത്. ഇത് വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു വിഡ്ത്താണ് ഒരു ഡോറിനെ സംബന്ധിച്ച്, ഒരു കബോർഡിന്റെ ഡോറിനെ സംബന്ധിച്ച്. നമുക്ക് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 40 സെന്റിമീറ്ററും ഏറ്റവും കൂടിയത് 60 സെന്റിമീറ്റർ. ഈ അളവിലായിരിക്കണം നമ്മളൊരു കബോർഡ് പ്ലാൻ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കബോർഡിന്റെ, ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇതിന്റെ ഈ ഡെപ്ത് ചെയ്യുമ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കബോർഡിന്റെ ഡെപ്ത് ചെയ്യുമ്പോൾ മിനിമം നമ്മളൊരു 55 സെന്റിമീറ്റർ എങ്കിലും ഒരു ഡെപ്ത് ഇട്ട് വേണം ചെയ്യാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 55 താഴോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ഇച്ചിരി വലിയ കോട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഹാങ്ങറൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ചിലയിടത്തൊക്കെ ഈ 40-45 ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങർ ഇടാനുള്ള ഒരു സ്പേസ് അതിന് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു മിനിമം ഒരു 55 സെന്റിമീറ്റർ എങ്കിലും ഒരു വാർഡ്രോബിന് ഡെപ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ അല്ലാതെ കുറഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കബോർഡിനകത്ത് ഷെൽഫുകൾ ചെയ്താൽ മതി. ഇപ്പൊ ഹാങ്ങർ മാറ്റിയിട്ട് ഷെൽഫുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസ് കിട്ടും. അല്ലെങ്കിൽ മറ്റേ ഡെപ്ത് കുറച്ചിട്ടിട്ട് നമുക്ക് എന്താ പറയാ മറ്റേ ഹാങ്ങർ വെച്ചിട്ട് കാര്യമില്ല. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ലോഫ്റ്റ് അല്ല മറ്റേ മേളില് സ്ലാബ് വരുന്ന വാർഡ്രോബ് വരുന്നിടത്ത് സ്ലാബ് വരുന്ന ഇതുണ്ട് മേളില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 40-45 ആയിരിക്കും ചിലപ്പം സ്ലാബ് ചെയ്തേക്കുന്നത്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 45 ഡെപ്തിൽ തന്നെ കബോർഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതാണ് പ്രശ്നം, ഹാങ്ങർ ഇടാനുള്ള പ്രശ്നമാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 45 നമ്മൾ കബോർഡ് 55 തന്നെ ചെയ്യണം. 55 ചെയ്തിട്ട് നമ്മുടെ ഈ ലോഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലാബിനുള്ളിൽ ലോഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ 55 ഡെപ്തിൽ തന്നെ ഒരു ഫ്രെയിം അടിച്ച് നമ്മുടെ ലോഫ്റ്റിനുള്ള ഒരു ഫ്രെയിം കൊണ്ട് ഫ്രണ്ടിലോട്ട് തള്ളി വെക്കണം. തള്ളി വെച്ചിട്ട് ഒരേ ലെവലിൽ ലോഫ്റ്റും ചെയ്ത് കബോർഡ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു 55 നമ്മൾ കബോർഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതോടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത് ചെയ്യുന്നത്. നാലാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മെറ്റീരിയലുകളെ കുറിച്ചാണ്. അപ്പൊ മെറ്റീരിയലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കബോർഡുകൾ ചെയ്യുന്നതിന് വാർഡ്രോബുകൾ ചെയ്യുന്നതിന് നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ പ്ലൈവുഡ് വേണം, പ്ലൈവുഡ് ഉപയോഗിക്കാം. പ്ലൈവുഡിന്റെ 700 303 അല്ലെങ്കിൽ HDF MDF അല്ലെങ്കിൽ മറ്റേ മൾട്ടിവുഡോ അല്ലെങ്കിൽ WPC എന്ത് വേണമെങ്കിലും നമുക്ക് വാർഡ്രോബ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന്റെ സാന്നിധ്യം നമ്മുടെ വാർഡ്രോബിന്റെ ഏരിയകളിൽ അതിങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വാർഡ്രോബ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽ ഏത് തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിന് കുഴപ്പമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളത്തിന്റെ സാന്നിധ്യം ഈ വാർഡ്രോബിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഈ MDF ഒക്കെ ചെയ്യുമ്പോഴേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ബോർഡ് ഒരു കാരണവശാലും നമ്മൾ കബോർഡിനകത്ത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാർട്ടിക്കിൾ ബോർഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ ഇതുണ്ടെങ്കിൽ പോലും ഇതിന് കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ്, അന്തരീക്ഷത്തിൽ മറ്റേ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ പാർട്ടിക്കിൾ ബോർഡിന്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഹിഞ്ചസിന്റെ ഒക്കെ കാര്യത്തില് ഹിഞ്ചസും നമുക്ക് വാർഡ്രോബിന് നമുക്ക് MS ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. SS തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല. MS ഉപയോഗിച്ചാലും എളുപ്പം തുരുമ്പിച്ചു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും MS ഉപയോഗിച്ചാലും സംഭവിക്കാനില്ല. SS ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. പിന്നെ MS ഉപയോഗിച്ചാലും തെറ്റില്ല. പിന്നെ അതുപോലെ ഹാൻഡിലും ഇതുപോലെ തന്നെ ഏത് തരം ഹാൻഡിലും വാർഡ്രോബ് ഉപയോഗിക്കാം. പ്രൊഫൈൽ ഹാൻഡിൽ വേണം പ്രൊഫൈൽ ഹാൻഡിൽ ഉപയോഗിക്കാം, സാധാ ഹാൻഡിൽസ് വേണം സാധാ ഹാൻഡിൽസ് ഉപയോഗിക്കാം. അങ്ങനെ അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ബഡ്ജറ്റ് നോക്കിയിട്ട് ഇപ്പൊ SS ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല MS മതിയെന്നുണ്ടെങ്കിൽ MS ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, നല്ല ലൈഫ് കിട്ടും. MS-ന്റെ ഇൻവെസ്റ്റ് ചെയ്താലും MDF ചെയ്താലും ഏത് മെറ്റീരിയൽ ചെയ്താലും വാർഡ്രോബിന് നല്ല ലൈഫ് കിട്ടും. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.
ഏത് വേണമെങ്കിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് കബോർഡുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ സ്ലൈഡിംഗ് വാർഡ്രോബുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ലൈഡിംഗ് വാർഡ്രോബുകൾ എന്ന് പറയുന്നതും ഇതിനകത്ത് വേറെ തരം വാർഡ്രോബാണ് ഈ സ്ലൈഡിംഗ് വാർഡ്രോബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം മറ്റേ നോർമലി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന, തുറക്കടക്കുകയും മീൻസ് പുറത്തോട്ട് തുറക്കുകയും അടക്കി ഹിഞ്ചസ് വെച്ച് പിടിപ്പിക്കുന്ന തരത്തിലുള്ള വാർഡ്രോബുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് സ്ലൈഡിംഗ് വാർഡ്രോബുകളെ കുറിച്ച് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് നമ്മളൊരു വാർഡ്രോബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം വാർഡ്രോബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വാർഡ്രോബ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം.